നേരം വെളുത്തപ്പോ തന്നെ ഞാൻ കുളിച്ച് മാറ്റി ഇറങ്ങി. വെറുതെ ഒന്നല്ല, ഇന്ന് ചെറിയ പരിപാടി. നമ്മളെ ചെക്കം സഫുവിന്റെ കുറ്റിയടിക്കലാണ്. ഓനാണെങ്കിലോ തലയിലും മാന്തി കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അവസ്ഥ തന്നെ. കയ്യമ്മയും കാലമയും ചളയാക്കാത്ത കുറച്ച് ചങ്ങായിമാര് ഞങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒന്ന് വലിയ കുഴപ്പമില്ല. എഞ്ചിനീയർ ആണെങ്കിലോ അവിടെ എവിടെയും പോയാലോ കുറ്റി അടിച്ചിട്ടുണ്ട്, ചെരുപ്പം മുട്ടിയ മണ്ണ് എഴുതി കളയുന്നു. എഞ്ചിനീയറെ കാണുമ്പോൾ ബാഹുബലിത്തെ കട്ടപ്പ ലുക്ക് ഉണ്ടെങ്കിലും ആള് പാവം. പരിപാടി 8 മണിക്ക് തുടങ്ങും എല്ലാവരോടും പറഞ്ഞെങ്കിലും ഉണ്ണിക്കുട്ടനും നിയാസൊക്കെ 9 മണിക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും കൂടാലോ എന്ന് വിചാരിച്ചാണ് ഞായറാഴ്ചയാണ് പരിപാടി വെച്ചത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ലീവ് കിട്ടുമ്പോഴല്ലേ ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. സോഫാൻ ആ കല്ലൊക്കെ ഏറ്റി പുറത്തിട്ടുണ്ട്. അയ്യപ്പാണെങ്കിൽ അത് നോക്കി ചിരിച്ചു നിൽക്കും. എന്നാണ്ടല്ലോ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണോ? ഒരു ചോദ്യമല്ല. പൂച്ചാള് കുറ്റടി കാണാൻ വന്നാൻ തോന്നുന്നു. നമ്മൾ ഉണ്ണിക്കുട്ടാണെങ്കിലോ കുറ്റി അങ്ങനെ അടിച്ചിട്ടുണ്ട്. ആള് പോയ ആശാരിയാട്ടോ. നമ്മൾ ഉവൈസും അയ്യൂബാണെങ്കിലോ ഉണ്ണിക്കുട്ടിനും കളിയൊക്കെ അങ്ങനെ പിന്നാലെ നടക്കണം. അയ്യൂബ് ഒരു കത്തിയും പിടിച്ച് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഓൻ ഫുൾ സജീവൻ എന്നറിയിക്കാൻ അവന്റെ തന്ത്രം എന്നിട്ട് പിന്നെ മനസ്സിലായി. ഓന്റെ ഓരോ കഥ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടു നിൽക്കന്നെ. നമ്മൾ എന്തോ കാര്യപ്പെട്ട ആലോചനയിൽ ഏതായാലും ഞങ്ങൾ 3 ഏൽപ്പിച്ച ഫുഡ് വാങ്ങാൻ പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ അതിലും വലിയ കോമഡി. നമ്മൾ ഏൽപ്പിച്ച ഫുഡ് നമ്മൾ പറഞ്ഞ ടൈമിൽ എത്താത്തതുകൊണ്ട് വേറെ ആർക്കോ കൊടുത്തു. അവിടെ ചെന്ന് വീണ്ടും പോസ്റ്റ്. അങ്ങനെ സാധനം ആകണവരെ കാത്തുക്കല്ലാതെ നമ്മൾ ചെയ്യാനാ. ഒരു 10 മിനിറ്റ് കാത്തുന്നെങ്കിലും നമ്മളെ സാധനം റെഡി ആയിട്ട്. ഉവൈസിനും അയ്യൂബിനും ഇത് കഴിഞ്ഞിട്ട് കുടിക്കലിന് പോകാണ്ട് പോലെ അതിന്റെ ആലോചനയില്ല. അങ്ങനെ സാധനം കൊണ്ട് ഞങ്ങൾ നേരെ വിട്ടു. സാധനം അവിടെ എത്തിച്ചതോടുകൂടി ഉവൈസിന്റെ അയ്യൂബിന്റെ റോഡ് കഴിഞ്ഞു. ഒരു നൈസായിട്ട് മിന്നി. ഉണ്ണിക്കുട്ടും ഇതൊന്നും അറിയാതെ കുറ്റടി തന്നെയാണ്. ഞങ്ങളത്തെ ഉസ്താദിന്റെ വൈക്ക് പോയി. അങ്ങനെ നമ്മളും ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.